നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിലെ ഈ ഏറ്റക്കുറച്ചിലുകൾ ഒരു തുടർച്ച തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗമാണ്. പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞു നിൽക്കുകയും വളർച്ചാ നിരക്ക് കൂടി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതാണ്ട് 25 ബേസിസ് പോയിന്റിന്റെ കുറവ് ഇത്തവണയും വരുത്തിയേക്കും. അങ്ങനെയാണെങ്കിൽ അത് ബാങ്കിംഗ് മേഖലയെ കൂടുതൽ ഉണർവിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം, ബാങ്കിംഗ് സൂചിക 56,000 എന്ന നിലവാരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുകയാണെങ്കിൽ അത് വിപണിയിൽ മുന്നോട്ട് നീക്കത്തിൽ നിർണായകമായി പ്രതിഫലിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ US താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അനിശ്ചിതത്വങ്ങൾ IT മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിപണി മുന്നേറ്റത്തിൽ ഒട്ടുമേ പങ്കുകൊള്ളാത്ത ഒരു മേഖലയാണ് IT മേഖല. അതുകൊണ്ട് IT മേഖലയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ അതും ഓഹരി സൂചികളെ പുതിയ നിലവാരത്തിൽ എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വരും ദിവസങ്ങളിൽ നിർണായകം തന്നെയായിരിക്കും. ഒട്ടുമിക്ക ദിവസങ്ങളിലും നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നുണ്ടെങ്കിൽ കൂടിയും ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള വിൽപ്പനയാണ് വിപണിയെ ഇപ്പോൾ ഒരു പ്രതിരോധത്തിലാക്കി നിൽക്കുന്നത്.